ശ്രീകാന്ത്, ഇതിലിപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത് വിജിലൻസ് അന്വേഷണം എന്നൊരു ആവശ്യം തന്നെ മണ്ടത്തരമാണ് എന്നതാണ്. അങ്ങനെ ഒരു ആവശ്യവുമായി പോകേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം കേന്ദ്ര ഏജൻസി SFIO ഉൾപ്പെടെ ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് തന്നെ പ്രസക്തിയില്ല. മറ്റൊന്ന്, സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിച്ചാൽ ഇത് എവിടെ ചെന്നെത്തും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹവും പറയുന്നുണ്ട്. പക്ഷേ കോടതി ഈ തരത്തിൽ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. വസ്തുതകളില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ ഹർജി തള്ളി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസിന്റെ വസ്തുതകൾ, തെളിവുകൾ അത് ഹാജരാക്കേണ്ടത് ആരാണ്? അത് ആ ഹർജി നൽകുന്നയാളാണ് ഹാജരാക്കേണ്ടത്. അദ്ദേഹം അഭിഭാഷകൻ മുഖേന കോടതിയിൽ ഇതിന്റെ തെളിവുകൾ, രേഖകൾ, വസ്തുതകൾ ഹാജരാക്കി ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ കേസ് വിജിലൻസ് അന്വേഷിക്കണം എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഹർജിക്കാരനാണ്. അല്ലാതെ അത് പോലീസിന്റെയോ വിജിലൻസിന്റെയോ ജോലിയല്ല. അതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടു, അതായത് മാത്യു കുഴൽനാടൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി പറയുന്നത്. അന്വേഷണ ഉത്തരവ് നൽകാൻ മതിയായ തെളിവില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ആരോപണം ഉന്നയിച്ച് ഹർജിയുമായി വിജിലൻസ് അന്വേഷണ ആവശ്യവുമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ എത്തിയെങ്കിലും വസ്തുതകൾ എത്തിക്കാൻ, അന്വേഷണത്തിന് ഉത്തരവിടാൻ മാത്രം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് സാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഹർജിക്കാരൻ മാത്രമാണ് ഇതിൽ പക്ഷേ മറ്റു കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതിൽ ഒരു ED അന്വേഷണം നടക്കുന്നുണ്ട്, ഇതിൽ ഒരു SFIO അന്വേഷണം നടക്കുന്നുണ്ട്. SFIO അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. അത് ഡൽഹി ഹൈക്കോടതി അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവർ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം അന്വേഷണങ്ങളോ ഇത്തരം റിപ്പോർട്ട് അക്സസ് ചെയ്യാൻ മാത്യു കുഴൽനാടനെ പോലെ ഒരാൾക്ക് കഴിയില്ല. അത് അന്വേഷണ ഏജൻസിക്ക് കഴിയൂ. മാത്യു കുഴൽനാടന് തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചില്ല. മാത്യു കുഴൽനാടന് വസ്തുതകൾ ബോധിപ്പിക്കാൻ സാധിച്ചില്ല. അതിനാൽ ആ ഹർജി തള്ളി, വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം വിജിലൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് ഇടപെടാൻ തൽക്കാലം സാധിക്കില്ല. അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പീലിന് പോകും എന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നു. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. അതിനാൽ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറയുന്നു. അത് ഒരു വശത്ത്. ഷോൺ ജോർജ് പറഞ്ഞത് SFIO അന്വേഷണത്തെക്കുറിച്ചാണ്, ED അന്വേഷണത്തെക്കുറിച്ചാണ്. അത് ആ വഴിക്ക് നടക്കുകയും ചെയ്യും. ഇതിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിയതുകൊണ്ട് SFIOയുടെയോ EDയുടെയോ അന്വേഷണം ഈ വിഷയത്തിൽ നിലയ്ക്കാനും പോകുന്നില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് കോടതി പറയുന്നു. വിജിലൻസ് അന്വേഷണ ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളുകയാണ്. പുനഃപരിശോധനാ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ശ്രീജിത്ത് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇത് വലിയ വിവാദമായി മാറിയ സംഭവമാണ്, വാർത്തയാണ്. നമുക്കറിയാം ഈ വിഷയത്തിലൊക്കെ നിയമസഭയിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയും മാത്യു കുഴൽനാടനും നേർക്കുനേർ വന്നത് എന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൂടി ഇത് 3-ാം തവണയാണ് കോടതിയിൽ നിന്ന് വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവുണ്ടാകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചതിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ആശ്വാസകരമാണല്ലോ. അനുജ സൂചിപ്പിച്ച പോലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു വിധി പ്രസ്താവമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ മാസപ്പടി ആരോപണം നേരിടുന്നത് മുഖ്യമന്ത്രിയുടെ മകളടങ്ങുന്ന കമ്പനിയാണ്. അപ്പോൾ അത്തരമൊരു കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല. ആ ആവശ്യം തള്ളിക്കളയുന്ന ഹൈക്കോടതി വിധി തീർച്ചയായും സർക്കാരിനും CPMനും ആശ്വാസകരമായി മാറുന്നു. എന്നാൽ നേരത്തെ ഈ കാര്യത്തിൽ താഴെയുള്ള വിജിലൻസ് കോടതികൾ ഈ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയതാണ്. ഇപ്പോഴും മതിയായ തെളിവുകളില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. നേരത്തെ തന്നെ ശ്രീകാന്ത് സൂചിപ്പിച്ച പോലെ മതിയായ തെളിവുകളില്ല എന്ന കാര്യമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ മാസപ്പടി കേസിന് ആധാരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഉപോത്ബലകമായ തെളിവുകൾ എന്തൊക്കെയാണെന്ന കാര്യം കൃത്യമായി കോടതി മുമ്പായി ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അപ്പോൾ മതിയായ തെളിവുകളില്ലാതെ രാഷ്ട്രീയപ്രേരിതമായി ആരോപണം ഉന്നയിക്കുന്നു എന്ന വിമർശനമാണ് CPMും മുഖ്യമന്ത്രിയുമൊക്കെ തന്നെ നേരത്തെ തന്നെ ഉന്നയിച്ചു പോരുന്നത്. അത് ഒരു പരിധിവരെ കോടതി ശരിവെക്കുകയാണ്. എന്നാൽ കീഴ്ക്കോടതിയുടെ രാഷ്ട്രീയപ്രേരിതമായ ആരോപണമാണെന്നുള്ള കാര്യം ഹൈക്കോടതി ആ പരാമർശം ശരിവെക്കാൻ തയ്യാറായില്ല എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും SFIO കേസുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതി വന്നിരിക്കുന്ന തീരുമാനം അത് സർക്കാരിനും CPMനും വലിയ തോതിൽ ആശ്വാസകരമാണ്. അതാണ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഹർജി എന്നുള്ള ആ കീഴ്ക്കോടതി പരാമർശം അത് ശരിയല്ല എന്ന് പറയുകയും കോടതി അത് തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മതിയായ വസ്തുതകൾ ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം എന്നുകൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് വസ്തുതകളുമായി വീണ്ടും വന്നാൽ ഈ കേസ് നിലനിൽക്കും, ഈ ആവശ്യം നിലനിൽക്കും. അനുജ,
അനുജ, അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസുകളാണ് സാധാരണ നിലയ്ക്ക് വിജിലൻസ് അന്വേഷിക്കുന്നത്. കാരണം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരാതികളിൽ മേലാണ് ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നത്. ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഹർജിക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ അതിനെ ഉപോത്ബലകമായ തെളിവുകൾ നിരത്തുന്നതിൽ, തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിൽ മാത്യു കുഴൽനാടന് പരാജയം സംഭവിച്ചു എന്ന് വേണം കോടതിയുടെ ഈ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഇത്രയും തെളിവുകൾ മാത്യു കുഴൽനാടന് ഈ വളരെ എളുപ്പത്തിൽ അനായാസമായി അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് ലഭിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണം ഈ മാസപ്പടി കേസിൽ നടക്കുന്നുണ്ട്. അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷനാണ് ഈ അന്വേഷണം നടന്നത്. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് 8 മാസത്തെ കാലാവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ SFIയോട് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ നാളിതുവരെ അന്വേഷണം പൂർത്തിയാക്കുകയോ റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ല. അന്വേഷണം പൂർത്തിയായി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്ന് ഡൽഹിയിലെ കോടതിയെ SFIO അറിയിച്ചിട്ട് തന്നെ ഏതാണ്ട് 1 മാസം പിന്നിട്ടു. ഇതുവരെയും ആ കേസുമായി ബന്ധപ്പെട്ട, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതിയുമില്ല. എന്നാൽ കേരളത്തിൽ അഴിമതി പ്രകാരമുള്ളൊരു അന്വേഷണം വിജിലൻസിനെ കൊണ്ട് നടത്തിക്കണമെന്ന ആവശ്യമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. ആ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള വലിയ പ്രചാരണങ്ങളിലേക്ക് CPIഎമ്മും സർക്കാരും പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു വിധി വന്നത് സർക്കാരിനും CPIഎമ്മിനും ഒരുപോലെ ആശ്വാസകരമാവുകയാണ്. സർക്കാരിനെയും CPIഎമ്മിനെയും സംബന്ധിച്ച് വളരെ ആശ്വാസകരമായൊരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. റിവിഷൻ ഹർജിയാണ് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ നൽകിയത് ഹൈക്കോടതിയിൽ. അതാണ് ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരം അപ്പീൽ നൽകും എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രതികരണം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് ഹൈക്കോടതി കൂടി പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇതിനു മുൻപ് 2 കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ 3ാമത്തെ തവണ അദ്ദേഹം തിരിച്ചടി നേരിടുകയാണ്. മതിയായ വസ്തുതയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്ന് പറയുമ്പോൾ അപ്പീൽ നൽകും എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ്റെ നിലപാട്. ഏത് തരത്തിലേക്ക് ഇനി കോടതിയെ സമീപിക്കാനാണ് അദ്ദേഹത്തിൻ്റെ നീക്കം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇതിൽ ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് നൽകിയ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് മാസപ്പടിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉയർന്നു വന്നത്. ബാങ്ക് അക്കൗണ്ട് വഴി CMRL കമ്പനി 1.75 കോടി രൂപ എക്സാലോജിക്കിന് കൈമാറിയെന്ന വിവരം, കൂടാതെ 185 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരും തുടർന്ന് ജാനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് കോടതിയിൽ ചെയ്തത്. അത് SFIO IT വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ, അത് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം റിപ്പോർട്ടായി സമർപ്പിക്കുകയായിരുന്നു. വലിയ അഴിമതി നടന്നിട്ടുണ്ട്, സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്ന തരത്തിലേക്കൊക്കെയുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. SFIO ED അന്വേഷണം, കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ EDയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, SFIയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. അത് തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ വിധി പുറത്തു വന്നതുമെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വീണ വിജയൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് SFIO എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം, അത് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി, അതാണ് ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. കൂടാതെ ഗിരീഷ് ബാബു എന്ന പൊതുപ്രവർത്തകന്റെ ഹർജിയും കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ഈ ഹർജികൾ ഇപ്പോൾ കോടതി തള്ളുകയാണ്. എന്താണ് അതിലേക്ക് നയിക്കുന്ന കാരണം എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് കരുതുന്നത്.